Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. എല്ലാവർക്കും good afternoon. എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നേ? Yes. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ് എന്ന് പറഞ്ഞാല് മൺഡേ ഞാൻ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വീക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, മൈക്ക് ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് ഞാൻ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? Yes, ma'am. ഓർമ്മയുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മള് ജനറൽ പ്രോബ്ലംസും സ്പെസിഫിക് പ്രോബ്ലംസും ആണ് ഡിസ്കസ് ചെയ്തത്. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Chapter 6 ഇല്ലായിരുന്നോ? Chapter 6. ചാപ്റ്റർ 6. Okay. 11 പോയിന്റ്സ് വരെ പറഞ്ഞായിരുന്നു മാം. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 12ാമത്തെ തുടങ്ങി കണ്ടിന്യൂ ചെയ്യണം അല്ലേ? യെസ് മാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരുടെയും പെർമിഷനോട് കൂടി ചോദിക്കണം. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യുവാണേ. സ്പീഡ് കുറച്ചിട്ട് എടുക്കണേ ക്ലാസ്. സ്പീഡ് കൂടുതലാണോ? യെസ് മാം. ബാക്കിയുള്ളവർക്ക് സ്പീഡാണോ? യെസ് മാം. സ്പീഡ് കുറച്ച് കൂടുതലാണ്. കുറച്ച് കൂടുതലാണ്. സ്പീഡ് നമ്മൾ ഭയങ്കര കുറച്ചെടുത്തു കഴിഞ്ഞാല് നമ്മള് പോകില്ല, അതായത് തീരില്ല, നമ്മുടെ ചാപ്റ്റേഴ്സ് തീരില്ല, ഇങ്ങനെ എഴഞ്ഞു പോകും. അതുകൊണ്ടാണ് അത്ര സ്പീഡ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല മാം, കുറച്ച് സ്പീഡ് കൂടുതലാണ്. നോട്ട്സ് നമ്മൾ പറഞ്ഞു പോകുമ്പോ അറിയാം, കുറച്ച് സ്പീഡ് കൂടുതലാണ്. ചിലത് ക്ലിയർ ആവത്തില്ല പറയുന്നത്. സ്പീഡ് അല്ലെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. ഇല്ല, അശ്വതി മിസ്സിനാണ് നല്ല സ്പീഡ് കൂടുതലുള്ളത്. എനിക്കാണ് സ്പീഡ് കൂടുതൽ. അത് വെച്ച് നോക്കുമ്പോ മിസ്സിന് ഒരു സ്പീഡും ഇല്ല. അശ്വതി മിസ് ആള് മാറി തോന്നുന്നു. മറ്റേ അശ്വതി മിസ്സിനാണ് സ്പീഡ് കൂടുതൽ. ഈ മിസ്സിന് സ്പീഡ് കൂടുതൽ, മറ്റേ മിസ്സിനാണ് ഭയങ്കര സ്പീഡ്. മിസ്സിന് പൊതുവെ സ്പീഡ് കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ലോയാണ്. ഞാൻ സ്ലോയാണ്. ദൈവം ഏതൊക്കെയായി പറയുന്ന പിള്ളേര്, ഞാൻ ഏതാ വിശ്വസിക്കണ്ടേ? ഏറ്റവും സ്ലോ ആയിട്ട് എടുക്കുന്നത്. നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്, നന്നായി മനസ്സിലാവണുണ്ട്. സ്പീഡ് കുറവാണ്. ശ്രുതി എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചത് സ്പീഡ് കൂടുതലാണ്? ശ്രുതിയും ഹരിതയും. ശ്രുതിയും ഹരിതയും രണ്ടുപേരും. മാം പറഞ്ഞ ക്ലിയർ ആവുന്നത് സ്പീഡ് ഇച്ചിരി ഒന്ന് കുറച്ച് പറഞ്ഞാൽ നമുക്ക് ഒന്ന് സ്പീഡിന്റെ ആയിരുന്നു മനസ്സിലാവത്തില്ല. ആ ഒരു കുറച്ച് സ്പീഡ് കുറച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ അത് ഉദ്ദേശിച്ചാ പറഞ്ഞ സ്പീഡ് കൂടുതലെന്ന്. ചിലതൊക്കെ സ്പീഡാണ് കേട്ടോ. സ്പീഡ് കൂടുതലാണെന്ന്. ഓക്കെ, നോക്കാം. ഞാൻ പരമാവധി മനസ്സിലാക്കുന്ന രീതിയിൽ അധികം സ്പീഡിലല്ല. അപ്പൊ ഭയങ്കര സ്പീഡ് എടുക്കുന്നവരുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പൊ ഞാൻ നോക്കാം. ഞാൻ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കേൾക്കുന്നവര് കേൾത്തുകൊണ്ട് തന്നെ ഇരിക്കാം. മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാല് നമുക്ക് ക്ലാസ് മിസ്സാവും. അപ്പൊ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല.
ആ ഒരു പ്രശ്നമുണ്ട് കേട്ടിരിക്കുമ്പോൾ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോബ്ലംസ് ഒക്കെ കേട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കണം. വേറെ ഇതിൽ എൻഗേജ് ആയി കഴിഞ്ഞാല് നമ്മൾക്ക് എന്ത് ചെയ്യില്ല, പറയുന്ന ക്ലാസ് പിന്നെ കിട്ടില്ല കേട്ടോ. അപ്പൊ മാം ടെക്സ്റ്റ് ബുക്ക് ഇപ്പോഴായിരുന്നു കിട്ടിയത്. അപ്പൊ മാം എടുക്കുന്ന പേജ് നമ്പർ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഇപ്പൊ എടുക്കുന്ന പേജ് നമ്പർ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? 28 ആണ്. 28. ഓക്കെ ഓക്കെ 28. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ 12th പോയിന്റ് തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സംടൈംസ് റോങ് മെഡിസിൻസ് ആർ ഗിവൺ ബൈ ദ ഫാർമസിസ്റ്റ്. സ്പെസിഫിക് പ്രോബ്ലംസിൽ അടുത്തൊരു പോയിന്റ് ആണ് പറയുന്നത്. ചില സമയത്ത് ഫാർമസിയിലെ ഫാർമസിസ്റ്റുകള് തെറ്റായ മെഡിസിൻസ് ആണ് രോഗികൾക്ക് കൊടുക്കുന്നത്. തെറ്റായ മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മെഡിസിൻ മാത്രമായിരിക്കില്ല. ചില സമയത്ത് നമ്മൾ കഴിക്കേണ്ട വിധം ഉണ്ടല്ലോ. അപ്പൊ നമുക്കറിയാം വൺസ് ഇൻ എ ഡെയിലി, ട്വൈസ് ഇൻ എ ഡെയിലി എന്നൊക്കെ പറയുന്നില്ലേ? അങ്ങനെ ആയിരിക്കില്ലേ നമ്മൾ മരുന്നുകൾ മേടിക്കുക അല്ലെ? ഫാർമസിസ്റ്റ് എഴുതി തരില്ലേ നിങ്ങൾക്ക് 1 വീതം 2 നേരം, 1 വീതം 3 നേരം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മരുന്നുകൾ മേടിക്കാറില്ലേ? ഉണ്ടോ ഇല്ലയോ? മേടിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ മരുന്നുകൾ നമ്മൾ മേടിക്കുന്ന സമയത്ത് ഫാർമസിസ്റ്റ് തെറ്റായിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ എന്ത് ഏൽപ്പിക്കുന്നേ? മരുന്നുകൾ ഏൽപ്പിക്കുന്നത്. ഒന്നില്ലെങ്കിൽ മെഡിസിൻസ് മാറിപ്പോകാം. നമ്മള് കൊടുക്കുന്ന ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടുള്ള മരുന്നുകൾ ആയിരിക്കില്ല ആര് തരുന്നേ? ഫാർമസിസ്റ്റ് തരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ചില സമയത്ത് ഇതുപോലുള്ള, അതായത് നമ്മൾ കഴിക്കേണ്ട വിധം ചിലപ്പോ ഫാർമസിസ്റ്റ് തെറ്റായിട്ട് എഴുതിയിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങള് പൊതുവെ നമ്മൾ കാണാറുണ്ട്. ദെൻ 13ാമത്തെ പോയിന്റ്, ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീൻഡ് ടോയ്ലറ്റ്സ്. PDF കാണുന്നില്ലേ? ആർക്കും കാണുന്നില്ലേ? ഇല്ല, ഒരു സെക്കൻഡ് ഇട്ടൊന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ. അപ്പോ 13ാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീൻഡ് ടോയ്ലറ്റ്സ് ആണ്. അതായത് നമുക്കറിയാം അപര്യാപ്തമായിട്ടുള്ള അല്ലെങ്കിൽ ക്ലീൻഡ് അല്ലാത്ത, വൃത്തിയില്ലാത്ത ചില ടോയ്ലറ്റുകൾ നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ കാണാറുണ്ട് അല്ലെ? നമ്മൾക്ക് ചിലപ്പോൾ അതിനകത്ത് കയറാൻ സെക്കൻഡ് ഓക്കെ. ഇപ്പൊ വൃത്തിയില്ലാത്ത ടോയ്ലറ്റുകൾ ചില സമയത്ത് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കയറാനായിട്ട്, അതായത് ടോയ്ലറ്റ് ഉപയോഗിക്കാനായിട്ട് തോന്നില്ല. അത്രയധികം വൃത്തിഹീനമായിട്ടായിരിക്കും ചില ആശുപത്രികളിൽ ടോയ്ലറ്റ് ഉണ്ടാവുക. അപ്പോ ഇത്തരത്തിലുള്ള പ്രശ്നം എവിടെ കാണാറുണ്ട്? ഹോസ്പിറ്റലിൽ നമ്മൾ പൊതുവെ കാണാറുള്ള ഒരു കാര്യമാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്പെസിഫിക് പ്രോബ്ലംസിൽ വരുന്നത്. ഓക്കെ. ഇപ്പൊ 2 പോയിന്റുകൾ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. then അടുത്തത്
മെത്തേഡ്സ് ടു സോൾവ്. നമ്മൾക്ക് എന്തൊക്കെ അതായത് എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ച് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇത്രയും നേരം ജനറൽ പ്രോബ്ലംസും സ്പെസിഫിക് പ്രോബ്ലംസും പറഞ്ഞു. ഇനി അതിനെ നമ്മൾ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് സാധിക്കാൻ നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആഡിക്വേറ്റ് ഡയറക്ഷണൽ സൈൻ ആണ്. അതായത് ശരിയായിട്ടുള്ള ദിശാസൂചകങ്ങൾ ഉണ്ടായിരിക്കുക. ദിശാസൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഡയറക്ഷണൽ സൈൻ ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് കുറേയധികം ആരോ മാർക്കുകൾ കാണാനായിട്ട് പറ്റും അല്ലെ? ഇല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങൾ കുറേയധികം ആരോ മാർക്കുകൾ? അതായത് ഫാർമസിയിലേക്ക് പോകുന്ന വഴി, റിസപ്ഷനിലേക്ക് പോകുന്ന വഴി, എൻട്രൻസ്, അങ്ങനെ കുറേയധികം കാര്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് പേഷ്യന്റിനായാലും അവിടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിനായാലും എന്താണ് ശരിയായിട്ട് സ്ഥലം അറിയുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് എന്തുണ്ടാവും? ഡയറക്ഷണൽ സൈനുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഡയറക്ഷണൽ സൈൻ ലഭ്യമാക്കുക എന്നുള്ളത് ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ മാത്രമാണ് ഇപ്പൊ പുതുതായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ചിലപ്പോൾ ആ പേഷ്യന്റിന് ബാക്കിയുള്ള സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയുന്നുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഡയറക്ഷണൽ സൈൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആൾക്ക് കൃത്യമായിട്ട് ആ സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ക്വിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻസ് ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ് കീപ്പിംഗ് ക്വിക്ക് റിട്രീവൽ. അതായത് വേഗത്തിലുള്ള കമ്പ്യൂട്ടർ രജിസ്ട്രേഷൻ. നമുക്കറിയാം ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലുകളിലും കമ്പ്യൂട്ടർ രജിസ്ട്രേഷൻ ആണുള്ളത്. ഈ കമ്പ്യൂട്ടർ രജിസ്ട്രേഷൻ വഴി പേഷ്യന്റിന്റെ ഫയല് വീണ്ടെടുക്കുന്നതിനും എത്രയും പെട്ടെന്ന് രോഗിക്ക് ഡോക്ടറെ കാണുന്നതിനുമുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നു. ഓക്കെ, അപ്പോ പെട്ടെന്ന് എന്ത് ചെയ്യാം? കമ്പ്യൂട്ടറിൽ ഇപ്പോ ഒരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ OP നമ്പർ ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ ആണ് കൊടുക്കുന്നതെങ്കിൽ അതുവഴി പെട്ടെന്ന് എന്ത് ചെയ്യാം? ഫയൽ എടുക്കാനും എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാനും സാധിക്കും. ദെൻ മൂന്നാമത്തെ പോയിന്റ് മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ സോൺസ്. നമുക്കറിയാം ആശുപത്രി എന്ന് പറയുമ്പോൾ കുറെ അധികം ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോ അവിടെ എന്ന് പറഞ്ഞാല് ഒരു സോൺ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നല്ലോ. ഫോർ എക്സാമ്പിൾ ഒരു സ്ഥലത്ത് നിന്ന് മാത്രം നമ്മളിങ്ങനെ എമൗണ്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ഫാർമസി ഉള്ളത്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം അവിടെ തിരക്കുകൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ആളുകൾക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, അവർക്ക് വീട്ടിൽ തിരിച്ചെത്തുന്നതിന് സമയം ലേറ്റ് ആകും. അപ്പൊ ഒന്നിൽ കൂടുതൽ ഫാർമസികൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫീ കളക്ഷൻ സോണുകൾ ഉണ്ടെങ്കിൽ ആളുകളുടെ തിരക്കനുസരിച്ച് പെട്ടെന്ന് തന്നെ ഫീസ് ഒക്കെ കളക്ട് ചെയ്യുന്നതിനും ആളുകളെ തിരിച്ചുവിടുന്നതിനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരെണ്ണം ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രശ്നം വരുന്നത്. മറിച്ച് ഒന്നിൽ കൂടുതൽ ഫീ കളക്ഷൻ സോണുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനും അവരെ വേണ്ട സമയത്ത് തിരിച്ചയക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ് ആഡിക്വേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആസ് പെർ പേഷ്യന്റ് വോളിയം. പേഷ്യന്റിന്റെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുണ്ടാവുക എന്നുള്ളതാണ്. നമ്മള് പൊതുവെ കാണുന്ന ഒരു പ്രശ്നമാണ്. പേഷ്യന്റ് കുറേയധികം ഉണ്ടാവും, പക്ഷെ ഡോക്ടർമാര് ഒന്നോ രണ്ടോ ആയിരിക്കും ഉണ്ടാവുക. അത് ഭയങ്കരമായിട്ട് തിരക്കുണ്ടാക്കുകയും രോഗികൾക്ക് മുഷിപ്പുണ്ടാവാനായിട്ട് ഇടവരുത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന് ഒരു സൊല്യൂഷൻ ആയിട്ട് പറയാവുന്നത്, ഇപ്പൊ ഇത്ര രോഗികൾക്ക്, ഇപ്പൊ ഒരു 100 രോഗികൾക്ക് 2 ഡോക്ടർ, അല്ലെങ്കിൽ ഒരു 100 രോഗികൾക്ക് 1 ഡോക്ടർ എന്ന രീതിയിൽ ഒരു വോളിയം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, ഒരു പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, നമ്മൾ അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കാണുന്നതാണ് ജനറൽ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ, ഗവൺമെന്റ് ആശുപത്രികളൊക്കെ ചെന്ന് കഴിഞ്ഞാല് കുറേയധികം പേഷ്യൻസും ഒരു ഡോക്ടറെയുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അല്ലെ? അപ്പോ അതെന്താണ്? നമ്മൾക്ക് ചിലപ്പോ ചില രോഗികള് ഡോക്ടറെ കാണിക്കാതെ തിരിച്ചു പോരും, ചിലവരാണെങ്കിൽ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്യും. ഒരു ദിവസമാണ് നമ്മുടെ പോകുന്നത്. നമുക്കറിയാം ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാല് ഏർലി മോർണിംഗ് നമ്മൾ അവിടെ ചെന്നിട്ട് പിന്നീട് ചിലപ്പോൾ വൈകുന്നേരം ആവാറാകുമ്പോഴായിരിക്കും നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്? അതായത് രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാർ ഉണ്ടായാൽ മാത്രമാണ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുക. Then next point, token display system.
ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടായിരിക്കുക. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. അതുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ബെനിഫിറ്റ്? എന്താ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടെങ്കിൽ എന്താ ബെനിഫിറ്റ്? വെയിറ്റ് ചെയ്യണ്ട അല്ലെ? നമ്മള് കുറെ നേരം എന്ത് ചെയ്യണ്ട, ക്യൂ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ക്യൂ നിൽക്കണ്ട. നമ്മൾ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് തിരിച്ചു വരാം. നമുക്കറിയാം ഏകദേശം ഏത് സമയത്താണ് നമ്മളുടെ ടോക്കൺ വിളിക്കുന്നത്. ആ സമയത്ത് എന്ത് ചെയ്താൽ മതി, നമ്മള് അവിടെ ചെന്ന് നിന്നാൽ മതി അല്ലെ? അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടോക്കൺ എടുത്തിട്ട് നമുക്ക് മറ്റു പല ജോലികൾ ഉണ്ടെങ്കിൽ അത് തീർക്കാം, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാം അല്ലെ? അപ്പൊ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ് ഇത് സോൾവ് ചെയ്യാനുള്ള കേട്ടോ. Next point, multiple blood collection diagnostic facilities, staffing them. Multiple blood collection diagnostic facilities, staffing them based on needs. ഞാൻ നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ ഫീ കളക്ഷൻ സോൺ ഉള്ളതുപോലെ തന്നെ ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട് ഒന്നിലധികം സ്ഥലം ഉണ്ടായിരിക്കുക, പിന്നെ രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കുക. ഓക്കെ, അതായത് രോഗികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കുക. ഇത്രയധികം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആശുപത്രിയിലെ ഒരുവിധ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ്, adequate seating capacity, entertainment with the TV, magazine or health education measures through leaflets, posters, magazine. അതായത് മതിയായ ഇരിപ്പിടം ഉണ്ടായിരിക്കുക. നമ്മൾ ആശുപത്രിയിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇരിക്കാനായിട്ട് സ്ഥലം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറെ നേരം നിൽക്കേണ്ടി വരും അല്ലെ? അപ്പോ ഇരിക്കാനുള്ളൊരു അറേഞ്ച്മെന്റ് ചെയ്യാന്നുള്ളത്, അതുപോലെ തന്നെ നമ്മൾ വെറുതെ ഇരിക്കുവാണ്, നമുക്ക് കൂടുതലും മുഷിച്ചൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ആ സമയത്ത് TV ഒക്കെ അവിടെ ഓൺ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നമ്മുടെ സമയം പോകുന്നത് നമ്മൾ അറിയില്ല അല്ലെ? അതുപോലെ തന്നെ നമ്മൾക്ക് വായിക്കാനുള്ള മാഗസിൻസ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ നമ്മൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ തരുന്ന, അതായത് നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരോഗ്യ കാര്യങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഹെൽത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, ഇത്രയും മെസ്സേജുകൾ തരുന്ന ലീഫ്ലെറ്റുകളോ പോസ്റ്റേഴ്സുകളോ മാഗസീൻസുകളോ ഉണ്ടായിരിക്കുക എന്നുള്ളതും ഇതിനൊരു മെത്തേഡായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. Then next, screening of OP by junior doctors. ജൂനിയർ ഡോക്ടർമാർ മുഖേന OP സ്ക്രീനിങ് നടത്തുക. നമുക്കറിയാം മെഡിക്കൽ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ആദ്യം പരിശോധിക്കുന്നത് ജൂനിയർ ഡോക്ടേഴ്സ് ആയിരിക്കും. ആണോ? അങ്ങനെയല്ലേ? ചെറിയ ഹോസ്പിറ്റലിന്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, വലിയ ഹോസ്പിറ്റലിന്റെ കാര്യമാണ്. ജൂനിയർ ഡോക്ടേഴ്സ് ആയിരിക്കും ആദ്യം നമ്മളെ കൺസൾട്ട് ചെയ്യുന്നത്. ജൂനിയർ ഡോക്ടറോട് എന്ത് ചെയ്യും? നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ പറയും. ഇപ്പോ ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ച് അധികം അവെയർ അല്ലാത്ത ഒരു പേഷ്യന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. പേഷ്യന്റിന് ആരെ കാണിക്കണം, എന്താണ് എന്റെ അസുഖം, എന്താണ് ഇതിന് പ്രതിവിധി, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ജൂനിയർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അദ്ദേഹത്തിന്റെ അഡ്വൈസ് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടും. ഈ ഡോക്ടറെ കണ്ടാൽ മതി എന്നുള്ള ധാരണ നമുക്ക് ഉണ്ടാവും അല്ലെ? ഇപ്പൊ നട്ടലിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് ചെല്ലുന്ന ആളാണെങ്കിൽ ഇപ്പൊ സ്പൈനൽ സർജൻ ഉണ്ട്, അതുപോലെ തന്നെ സ്പൈനിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അപ്പോ ഈ രണ്ടു പേരിൽ ആരെയാണ് താൻ കാണേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ജൂനിയർ ഡോക്ടറാണ് എന്ത് ചെയ്യുക, അവിടെ നമുക്ക് അഡ്വൈസ് തരിക അല്ലെ? അദ്ദേഹം പറയും ഇന്ന ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറയും. അപ്പോ നമ്മളൊരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ജൂനിയർ ഡോക്ടറുടെ OP നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ദാറ്റ് ഈസ് സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ doctors. Okay. The next one,
Queuing theory is a scientific and a mathematical way of solving the problem of overcrowding. അതായത് ഭയങ്കരമായിട്ടുള്ള തിരക്കുള്ള സമയത്ത് നമുക്ക് ക്യൂയിങ് തിയറി ഉപയോഗിക്കാം. ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ്, നമുക്കറിയാം. ശരിയായിട്ട് ക്യൂ നിൽക്കുക, ക്യൂ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പാലിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിലൂടെ ഓവർ ക്രൗഡിങ് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ പല രീതിയിലുള്ള മെത്തേഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്നുണ്ട് ഓവർ ക്രൗഡിങ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രോഗികളുടെ അധിക തിരക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, the next one, avoid queue jumping, the act of going ahead of other people, waiting in a line, something instead of waiting one's turn. അതായത് ക്യൂ ജമ്പിങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, നമ്മൾ ആശുപത്രിയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് എന്ത്, ക്യൂ ജമ്പിങ് എന്ന് പറയുന്നത്. അതായത് കുറച്ച് പേഷ്യൻസ് ക്യൂ ആയിട്ട് നിൽക്കുമായിരിക്കും, ചിലപ്പോ അതിന്റെ ഇടയിൽ ആരെങ്കിലും കയറി പറ്റും. കണ്ടിട്ടില്ലേ നിങ്ങള്? കയറി പറ്റും, അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു പേഷ്യന്റ് ഉണ്ടാവും എന്ത്, ഇങ്ങനെ ഇടക്കിട്ട് കയറി നിൽക്കാനായിട്ട്, അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോ നമ്മള് ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ റൂമിന് മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. വെയിറ്റ് ചെയ്ത് നമ്മൾ കയറാനായിട്ട് നിൽക്കുമായിരിക്കും. പെട്ടെന്നായിരിക്കും ഒരാള് വന്ന് പെട്ടെന്ന് അകത്തോട്ട് കയറി പോകുന്നത്. ആ ആള് പോയി കഴിഞ്ഞാല് പിന്നെ ഡോക്ടർ അവിടെ നിന്ന് എണീറ്റും പോകും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പൊ നമ്മൾ ആരായി? നമ്മൾ പൊട്ടന്മാരായി, അല്ലെ? അപ്പോ ഇത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് സെക്യൂരിറ്റിമാര് അവിടെ ഒബ്സർവ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആളെ അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല. കാരണം അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇങ്ങനെ ഇടയിൽ കയറി നിൽക്കാനോ അല്ലെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമില് പെട്ടെന്ന് ചെല്ലാനോ ഒന്നും സമ്മതിക്കില്ല, അല്ലെ? അപ്പോ ഈ ഒരു ക്യൂ ജമ്പിങ് ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. The next one, maintain punctuality ആണ്. അതായത് കൃത്യത പാലിക്കുക എന്നുള്ളത്. വളരെ പ്രോപ്പർ ആയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹോസ്പിറ്റൽ ആവുമ്പോൾ ഒരു പങ്ക്ച്വാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. കൃത്യസമയത്ത് വർക്കിന് ചെയ്യുക, അതുപോലെ തന്നെ കൃത്യമായിട്ട് രോഗികളുടെ പേഷ്യൻസിന്റെ കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. The next one, redressal of grievances. അതായത് പരാതി പരിഹാരം. പരാതി പരിഹാരം എന്നാണ് കേട്ടോ redressal of grievances എന്ന് പറയുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനുടനെ തന്നെ പരിഹാരം കാണുക. ഇപ്പൊ പേഷ്യന്റിൻ്റെതായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ അതിനുടനെ തന്നെ നമ്മളാൽ ആവുന്ന വിധം പരിഹാരം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next, പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആണ്. പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യൻസിനേക്കാളും പ്രയോറിറ്റി ലഭിക്കുന്നില്ല. പ്രോപ്പർ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആണ് അവിടെ ഉള്ളതെങ്കിൽ, അതായത് ആളുകളുടെ ബുക്കിങ്ങിനനുസരിച്ചിട്ടായിരിക്കും അവിടെ നമ്പേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും ഡോക്ടറുടെ അടുത്തേക്ക് പേഷ്യൻസിനെ കയറ്റി വിടുന്നത്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം വിളിക്കുന്നവർ ആരാണോ, ആദ്യം ആരാണോ ബുക്ക് ചെയ്യുന്നത് അവർക്ക് പ്രിഫറൻസ് കൊടുക്കുക. അതിനനുസരിച്ച് ഫയൽ നീക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മള് മെത്തേഡുകൾ, അതായത് ഈ ഒരു ജനറൽ പ്രോബ്ലംസിനെയും സ്പെസിഫിക് പ്രോബ്ലംസിനെയും എന്താ പറയാ, അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന മെത്തേഡ്സ്. ഓക്കെ അല്ലേ? ക്യൂയിങ് തിയറി അവോയ്ഡ് ക്യൂ ജമ്പിങ് ആണോ പറയുന്നത്? 9th ആണ് 10th പോയിന്റ്. ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതായത് നമ്മള് കറക്റ്റ് ആയിട്ട് ക്യൂ മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുള്ളതാണ്. ഇടയിലൊന്നും കയറി നിൽക്കാതെ കറക്റ്റ് ആയിട്ട് ആ ക്യൂ മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുള്ളതാണ് 9ാമത്തെ പോയിന്റ് പറയുന്നത്. പിന്നെ അവോയ്ഡ് ക്യൂ ജമ്പിങ് എന്ന് പറഞ്ഞാല് ഇടയിൽ കയറി നിൽക്കാതെ അല്ലെങ്കിൽ
ഒരാളെ ടേൺ ചെയ്ത് മറികടന്നുകൊണ്ട് ഡോക്ടറുടെ റൂമിന് മുന്നിൽ ചെല്ലാതെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യപ്പെടും കേട്ടോ. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ ആൻ OPD. നമ്മൾ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കുന്ന റെക്കോർഡുകൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട റെക്കോർഡുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ OPD രജിസ്ട്രേഷൻ ഫോം ആണ്. എന്താണ് OPD രജിസ്ട്രേഷൻ ഫോം? എല്ലാവരും ഫിൽ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഇത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ, അല്ലെ? അതായത് ഒരു പേഷ്യന്റിന്റെ ബേസിക് ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുന്ന ഫോം ആണെന്ത് OPD രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുന്നത് കേട്ടോ. ഒന്നും കൂടി പറയാം. ഒരു പേഷ്യന്റിന്റെ ബേസിക് ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുന്ന ഫോമാണ് OPD രജിസ്ട്രേഷൻ ഫോം. അപ്പോ OPD-യിൽ നമ്മൾ കെപ്റ്റ് ചെയ്യുന്ന ഒരു ഫോം ആണ് എന്ത് OPD രജിസ്ട്രേഷൻ ഫോം. ഇത് എല്ലായ്പ്പോഴും എവിടെ ഉണ്ടാകും? OPD-യിൽ കെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് പേഷ്യന്റ് വരുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്തിട്ട് റിസപ്ഷനിൽ കൊടുക്കും. പിന്നീട് അവരത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുകയും നമുക്കൊരു യൂണിക് ആയിട്ട് തരികയും ചെയ്യും. ഓക്കെ. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പിന്നത്തെ ക്ലാസ്സിൽ പറയാം. പിന്നെ ഉള്ള മൊഡ്യൂളുകൾ എടുക്കുമ്പോൾ പറഞ്ഞു തരാം. അപ്പൊ ബേസിക് ആയിട്ട് ഇത് മാത്രം അറിഞ്ഞിരിക്കും. ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ പറയുന്ന കാര്യം മാത്രം അറിഞ്ഞാൽ മതി. കുറെ അധികം നീട്ടി വലിച്ച് എഴുതരുത് കേട്ടോ. നീട്ടി വലിച്ച് എഴുതുന്ന ആളുകളുണ്ടോ ഇതിനകത്ത്? റിഡ്രസൽ മീനിങ് പരാതിയാണ്. നീട്ടി വലിച്ച് എഴുതുന്ന ആളുകളുണ്ടോ? ഇല്ല. നീട്ടി വലിച്ച് എഴുതാനായിട്ട് നിൽക്കരുത്. നമ്മളുടെ PDF-ലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി. എഴുതേണ്ട കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയും. നിങ്ങളോട് ഞാൻ പറയും എഴുതി എടുക്കണം എന്നുള്ളത് കേട്ടോ. കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടിട്ട് തന്നെ പോവുക. ഓക്കെ. അപ്പോ OPD രജിസ്ട്രേഷൻ ഫോം പറഞ്ഞു. രണ്ടാമത്തേതാണ് അഡ്മിഷൻ ഫോം. അഡ്മിഷൻ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് ഫിൽ ചെയ്യുന്ന ഫോം ആണെന്ത് അഡ്മിഷൻ ഫോം, അല്ലെ? നമ്മളിപ്പോ ഒരു ഇൻപേഷ്യന്റ് ആകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നമ്മളെ എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ പേരിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? നഴ്സുമാര് നമുക്ക് എന്ത് തരാറുണ്ട്? ഒരു അഡ്മിഷൻ ഫോം തരാറുണ്ട്. അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആയിരിക്കും അത് തരുന്നത്. അപ്പോ അഡ്മിഷൻ ഫോം തരും. ആ അഡ്മിഷൻ ഫോമിൽ നമ്മള് ഡേറ്റും നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം? അവിടെ കൊടുക്കേണ്ടതുണ്ട്. അതിനെയാണ് അഡ്മിഷൻ ഫോം എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് ആണ് മെഡിക്കേഷൻ റെക്കോർഡ്. മെഡിക്കേഷൻ റെക്കോർഡ് എന്താണ്? അതായത് ഒരു പേഷ്യന്റിന് എന്തൊക്കെ മരുന്നുകളാണോ ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് എന്തിലുള്ളത്? മെഡിക്കേഷൻ റെക്കോർഡിലുള്ളത്. ഓക്കെ. ഒരു മെഡിസിൻ ഹിസ്റ്ററി, ഒരു പേഷ്യന്റ് ഉപയോഗിച്ചിട്ടുള്ള മെഡിസിൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് മെഡിക്കേഷൻ റെക്കോർഡിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് റെക്കോർഡാണ്. ട്രീറ്റ്മെന്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേഷ്യന്റിന് ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ അയാൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റിന്റെയും ഡീറ്റെയിൽസ് ആണ് ട്രീറ്റ്മെന്റ് റെക്കോർഡിലുള്ളത്. ഓക്കെ. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അദ്ദേഹം നാളിതുവരെ എടുത്തിട്ടുള്ളത് അതിന്റെ സകല രേഖകൾ അല്ലെങ്കിൽ അതിന്റെ സകല ഡീറ്റെയിൽസും എന്തിലുണ്ടാവും? ട്രീറ്റ്മെന്റ് റെക്കോർഡിലാണ് ഉണ്ടാവുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡാണ്. ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പേഷ്യന്റിന് ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ സ്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്തിലുണ്ടാകും? ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡിൽ ഉണ്ടാകും കേട്ടോ. ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ് എന്താണ്? ഒരു പേഷ്യന്റിന്റെ എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ, ഫോർ എക്സാമ്പിൾ എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ്, സ്കാൻ,
ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡിലാണ് ഉണ്ടാവുക. ഓക്കെ, ലാസ്റ്റ് വൺ കൺസെന്റ് ഫോംസ് ആണ്. കൺസെന്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് നൽകുന്ന സമ്മതപത്രത്തെയാണ് കൺസെന്റ് ഫോം എന്ന് പറയുന്നത്. കേട്ടോ, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളെ തിയേറ്ററിൽ കയറ്റിയിരിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഒന്നില്ലെങ്കിൽ രോഗി അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കൾ എന്ത് ചെയ്തിരിക്കണം? കൺസെന്റ് ഫോം സൈൻ ചെയ്ത് കൊടുക്കണം. കൺസെന്റ് ഫോം എന്തിനു വേണ്ടിയിട്ടാണ് സൈൻ ചെയ്യുന്നത്? ഹോസ്പിറ്റലിന് യാതൊരു തരത്തിൽ, അതായത് ഈ പേഷ്യന്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന് യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തി ഒപ്പിട്ട് കൊടുക്കുന്നതാണ് കൺസെന്റ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിന്റെ റിസ്കിൽ വരുന്ന കാര്യമല്ല അത്. പേഷ്യന്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് തെറ്റില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസെന്റ് ഫോം സൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ കൺസെന്റ് ഫോമുകളും എവിടെ ഉണ്ടാവും? OPD-യിൽ കെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളൊന്ന് നോക്കി എന്തൊക്കെയാണ്? OPD രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, അഡ്മിഷൻ ഫോം ഉണ്ട്, മെഡിക്കേഷൻ റെക്കോർഡ് ഉണ്ട്, ട്രീറ്റ്മെന്റ് റെക്കോർഡ് ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ് ഉണ്ട്, കൺസെന്റ് ഫോംസ് ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ, ഇനി താഴെ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതെന്താണ് നമുക്കൊന്ന് നോക്കാം. Every hospital must maintain the medical records relating to her indoor patients for a period of 3 years from the date of commencement of the treatment. അതായത് ഹോസ്പിറ്റലിൽ കുറഞ്ഞത് മെഡിക്കൽ റെക്കോർഡുകൾ 3 വർഷം വരെ സൂക്ഷിക്കണം എന്നാ പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഇൻഡോർ പേഷ്യന്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 വർഷം വരെ എന്ത് സൂക്ഷിച്ചിരിക്കണം? മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നത്? അതറിയാമോ നിങ്ങൾക്ക്? എന്തിനാണ് മെഡിക്കൽ റെക്കോർഡ് കെപ്റ്റ് ചെയ്യുന്നത് 3 ഇയേഴ്സിലേക്ക്? റെഫറൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതൊരു പോയിന്റ് ആണ്. പിന്നെ ഇൻ കേസ്, അതായത് ഒരു പേഷ്യന്റ് ചികിത്സയിലിരിക്കെ മരിച്ചു പോയി കഴിഞ്ഞാല് ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടും കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടെ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളിൽ ഹയർ അതോറിറ്റീസിന്റെ സബ്മിഷന് വേണ്ടിയിട്ട് കൂടിയാണ് എന്ത് സൂക്ഷിക്കുന്നത്? മെഡിക്കൽ റെക്കോർഡ് 3 വർഷം വരെ കെപ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നേരത്തെ ഒരു കുട്ടി കമന്റ് ചെയ്തതുപോലെ തന്നെ റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ പോലീസ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ കോടതി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ രോഗി മരിച്ചുപോയി കഴിയുമ്പോൾ നമുക്കറിയാം ഇൻഷുറൻസ് ഉണ്ടാവും അല്ലെ ചില കേസുകളിൽ. അപ്പൊ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ഡോക്യുമെന്റുകൾ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ടും ഹയർ അതോറിറ്റീസ്, അതായത് ഗവൺമെന്റ് അതോറിറ്റീസ് ആവശ്യപ്പെടുവാണെങ്കിൽ അവർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് സൂക്ഷിക്കുന്നത്? ഈ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നത്. കേട്ടോ, അപ്പൊ 3 വർഷം വരെയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കേട്ടോ, 3 വർഷം വരെ. ഓക്കെ അല്ലെ എല്ലാവർക്കും? സ്പീഡൊന്നും ഇല്ലല്ലോ ഇപ്പോ? ഹരിത, ശ്രുതി സ്പീഡ് ഇല്ലല്ലോ? ഇല്ല, ശ്രുതി പോയോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ്. നമ്മുടെ OPD-യില് അസിസ്റ്റന്റ്, അതായത് OPD അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയുടെ ജോലി വിവരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലിയെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ്സ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ്സ് ഫോർ OPD. അതായത് OPD-ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ OPD അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ജോലിയാണ് കേട്ടോ. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് എന്ത്? OPD-ക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണോ വേണ്ടത്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണോ വേണ്ടത്,
അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? OPD അസിസ്റ്റന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഡയറക്ടിങ് പേഷ്യൻസ് ഫ്രം വൺ പ്ലേസ് ടു അതർ പ്ലേസ് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിനുള്ളിൽ രോഗിയെ, പേഷ്യന്റിനെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് ആരുടെ ഡ്യൂട്ടിയാ? OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാ, അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ റിസപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മള് ഡോക്ടറിന്റെ റൂമിലേക്ക് പോകുന്ന സമയമുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത് ആരായിരിക്കും? OPD അസിസ്റ്റന്റ് ആ കൊണ്ടുപോവുക. അവരാണ് നമ്മൾക്ക് കറക്റ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം, അല്ലെ? പുതുതായിട്ട് നമ്മൾ അവിടെ ചെല്ലുവാണെങ്കിൽ. അപ്പോ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് OPD അസിസ്റ്റന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ്, ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്. ചില സമയത്ത് ആവശ്യമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ മാത്രമല്ല ചികിത്സയ്ക്കായിട്ട് ചെല്ലുന്നത്. ബംഗാളികൾ പോകും, അല്ലെ? ബീഹാറികൾ പോകും. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സിന്റെ മീനിങ് ഉപകരണങ്ങൾ എന്നാണ്. ബംഗാളികൾ ഉണ്ടാവും, ബീഹാറികൾ ഉണ്ടാകും, അതുപോലെ തന്നെ ഫോറിനേഴ്സ് ഉണ്ടാവും, അല്ലെ? അറബികള്, അതുപോലെ തന്നെ എന്താ പറയാ സായിപ്പന്മാര്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണാറുണ്ട്, അല്ലെ? കാണാറില്ലേ നിങ്ങള്? അവർക്ക് എന്തറിയില്ല? നമ്മുടെ ലാംഗ്വേജ് അറിയില്ല. അപ്പൊ അവർക്ക് അറിയാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും, അല്ലെ? ചില ഇതിൽ അറബി സംസാരിക്കുന്ന ചില ആളുകൾക്ക്, അതായത് ഈ ദുബായിൽ നിന്നും അതുപോലെ നമ്മുടെ UAE നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ചിലർക്ക് അറബി മാത്രം അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ്, അതായത് അവരെ സഹായിക്കാനായിട്ട് ആളുകൾ ഉണ്ടാകും. അപ്പൊ ഈ OPD അസിസ്റ്റന്റിന് ഭാഷ അറിഞ്ഞാൽ മാത്രമേ, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? അയാൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പൊ ചില സമയത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇപ്പൊ ഡോക്ടർ പറയുന്ന കാര്യങ്ങള് ചിലപ്പോ ഈ അസിസ്റ്റന്റ് ചിലപ്പോ ഈ പേഷ്യന്റിന്റെ കൂടെ ചെല്ലും. ഇപ്പൊ ഡോക്ടർ പറയുന്ന കാര്യങ്ങള് ചിലപ്പോ അവരുടെ ഭാഷയിൽ ചിലപ്പോ അസിസ്റ്റന്റ് എന്ത് ചെയ്യും? ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? OPD അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, പാസിംഗ് കേസ് ഷീറ്റ്സ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്സ്. കേസ് ഷീറ്റുകൾ എന്ത് ചെയ്യാം? മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, മറ്റ് വിഭാഗങ്ങളിലേക്ക് പാസ് ചെയ്യാന്നുള്ളതാണ്. കേസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡാണ് കേട്ടോ. അതായത് ഒരാളുടെ ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബ്ലഡ് ടെസ്റ്റുകള്, എക്സ്റേ റിസൾട്ടുകള്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ പേര്, അഡ്രസ്, അങ്ങനെ ഒരു രോഗിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ളതാണ് എന്ത്? കേസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഈ കേസ് ഷീറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പാസ് ചെയ്യുന്നത് OPD അസിസ്റ്റന്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, explaining basic details like medicines, treatment and reason for waiting to the patient. അതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. അതായത് മെഡിസിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങള്, ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങള്, എത്ര സമയം കാത്തിരിക്കണം, അല്ലെ? അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഏതൊക്കെ മരുന്നുകളാണ്, അതുപോലെ തന്നെ എന്ത് ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്, അല്ലെങ്കിൽ എത്ര സമയം വെയിറ്റ് ചെയ്താലാണ് ഡോക്ടറെ കാണാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അത് പേഷ്യന്റിനെ അറിയിക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, അസിസ്റ്റ് ടു ഓപ്പൺ ന്യൂ മെഡിക്കൽ റെക്കോർഡ്. ഓക്കെ, അതായത് പുതിയ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റിനെ സഹായിക്കുക. ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ വരുന്ന ഒരു പേഷ്യന്റിന് ചിലപ്പോ ഫോം ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് അറിയാനായിട്ട് സാധിക്കില്ല. ചില ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഇലക്ട്രോണിക് സിസ്റ്റം ആണ്. ഫോം ഒന്നും ഫില്ല് ചെയ്യലല്ല അവിടെ ഉള്ളത്, അല്ലെ? ഇലക്ട്രോണിക്കലി ആണ്. നമ്മൾ സ്ക്രീനിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അവിടെ എൻ്റർ ചെയ്യുന്നു, നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് അറിവുകൾ ഇല്ലാത്ത പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? OPD അസിസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് റിസപ്ഷൻ ഏരിയയിൽ ഫ്രണ്ടിൽ തന്നെ അവരെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് ആണ് എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് അവിടെ വരുന്ന പേഷ്യൻസിന്റെ
സംതൃപ്തി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അവര് ഹാപ്പി ആണോ, അവര് വന്ന പോലെ തന്നെയാണോ തിരിച്ചു പോകുന്നത്, അവർക്ക് മടുപ്പോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ അവര് സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ അവര് ഇവിടെ വിട്ട് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാ? OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ അല്ലേ? താഴെ ഒരു പിക്ചർ കാണുന്നുണ്ടോ നിങ്ങള്? കണ്ടോ? ഔട്ട് പേഷ്യന്റ് രജിസ്ട്രേഷൻ ഫോം ആണ് കേട്ടോ. രജിസ്റ്റർ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അതിനകത്ത് നോക്കിയാൽ നിങ്ങൾ പേഷ്യന്റ് ID കൊടുത്തിട്ടുണ്ട്, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസില് രജിസ്ട്രേഷൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, occupation, ഡേറ്റ് ഓഫ് ബർത്ത്, ദെൻ ഏജ്, ബ്ലഡ് ഗ്രൂപ്പ്, പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ്, അഡ്രസ്, സിറ്റി, കൺട്രി, പിൻ, കോണ്ടാക്ട് നമ്പർ, ഡിപ്പാർട്ട്മെന്റ്, കൺസൾട്ടന്റ് നെയിം. ഇതൊന്നും എക്സാമിന് വരില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് രജിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഭാഗം എടുത്താലോ? ഗസ്റ്റ് റിലേഷൻ ഓഫീസറെ കുറിച്ച് പറഞ്ഞാലോ? ഓക്കെ, നോക്കാം അല്ലേ. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അഥവാ GRO കേട്ടോ, GRO എന്നാണ് പറയാ അദ്ദേഹത്തെ. A guest relation officer, also known as a guest relation coordinator or guest relation specialist, is a customer service centered employee who essentially greets. Okay, അതായത് ആശുപത്രിയിൽ വരുന്ന രോഗികളും അവരുടെ റിലേറ്റീവ്സും അതുപോലെ തന്നെ ഫോറിനേഴ്സ് ആയിട്ടുള്ള വിസിറ്റേഴ്സും എന്നിവർക്ക് സഹായം നൽകുന്ന ഒരു കസ്റ്റമർ സർവീസ് ഉദ്യോഗസ്ഥനാണ് ആര്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. എന്നൊന്നും കൂടി പറയാം. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ്, അവരുടെ ബന്ധുക്കള് മീൻസ് റിലേറ്റീവ്സ്, അതുപോലെ തന്നെ ഫോറിനേഴ്സ് ആയിട്ടുള്ള വിസിറ്റേഴ്സ് എന്നീ ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കസ്റ്റമർ സർവീസ് ഉദ്യോഗസ്ഥനെയാണ് നമ്മള് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് കസ്റ്റമർ സർവീസ് സെന്റേർഡ് ആണ്. അതായത് ഉപഭോക്താവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആര്? ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഉപഭോക്താവ് എന്ന് പറയുന്നത് ഇവിടെ കസ്റ്റമർ എന്ന് പറയുന്നത് രോഗിയാണ് അല്ലെ, പേഷ്യന്റ് ആണ്. അപ്പോ ഈ പേഷ്യന്റിന്റെ അതായത് രോഗികളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഇനി അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് താഴെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ്? ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ്, guest relation representatives are available to assist patients and families by answering questions, explaining hospital policies, customer service, and helping to resolve issues related to hospital services. ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് അദ്ദേഹം പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യണം. അതായത് അവിടെ വരുന്ന പേഷ്യൻസ് ആരാണോ അവരെ സഹായിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫാമിലീസിനെയും സഹായിക്കണം. പേഷ്യൻസ് ആയാലും പേഷ്യന്റിന്റെ കൂടെ വരുന്ന റിലേറ്റീവ്സ് ആയാലും അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്കാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പോളിസി, അതായത് ഓരോ ഹോസ്പിറ്റലുകൾക്കും ഓരോ പോളിസീസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഡിഫറെന്റ് ആണ് കേട്ടോ. എല്ലാ ഹോസ്പിറ്റലുകൾക്കും ഒരേപോലെയുള്ള നയങ്ങളായിരിക്കില്ല. പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? നയങ്ങൾ എന്നാണ് കേട്ടോ. പോളിസീസ് ആയിരിക്കില്ല ഉണ്ടായിരിക്കേണ്ടത്, വ്യത്യസ്തമായിരിക്കും. അപ്പോ എന്താണോ, അതായത് അവര് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ പോളിസി എന്താണോ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പേഷ്യന്റിനോടും പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനോടും പറയേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാ?
ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സർവീസുമായി ബന്ധപ്പെട്ട്, അതായത് ഹോസ്പിറ്റലിൽ നൽകുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ടത് ആരാണ്? അത് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് പേഷ്യന്റിനെയും അവരുടെ ഫാമിലിയെയും സഹായിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെയും അവരുടെ റിലേറ്റീവിന്റെയും ക്വസ്റ്റ്യൻസിന് ആൻസർ പറയേണ്ട റെസ്പോൺസിബിലിറ്റി ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്കാണ്. ഹോസ്പിറ്റൽ പോളിസിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നത് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണ്. കൂടാതെ ഹോസ്പിറ്റൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നതും ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് പറയുന്നത് അറ്റൻഡ് എൻക്വയറീസ് റിക്വസ്റ്റഡ് ബൈ ദ ഗസ്റ്റ് customers or foreign patients regarding facilities provided and everything else. അതായത് രോഗികള് അല്ലെങ്കിൽ ഗസ്റ്റുകള്, പേഷ്യൻസ് അല്ലെങ്കിൽ ഗസ്റ്റുകള് ചോദിക്കുന്ന വിവരങ്ങള് നൽകുക എന്നുള്ളത് ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അതായത് അവർക്ക് ആവശ്യമുള്ള ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക. ഇപ്പൊ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അതായത് ചിലപ്പോൾ ഫോറിൻ പേഷ്യൻസ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ പേഷ്യൻസ് ആകാം, ആര് തന്നെ ആയാലും അവരെന്തൊക്കെയാണ് ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസ് അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാ? ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് check if adequate welcome facilities are available for everyone whose arrival is on the list. അതായത് പേഷ്യൻസ് ആയാലും ഫോറിൻ കസ്റ്റമേഴ്സ് ആയാലും അവർ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വെൽക്കം ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക, അവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ അവരെ വെൽക്കം ചെയ്യുക, അവരെ ഗ്രീറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. പ്രത്യേകിച്ച് ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ ആളുകളൊക്കെ വരുമ്പോൾ മതിയായ രീതിയിൽ അവരെ വെൽക്കം ചെയ്യുക. ഓക്കെ, എല്ലാവരെയും വെൽക്കം ചെയ്യണം, എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിന്. എന്നാലും പ്രത്യേകിച്ച് VIPസും മറ്റൊക്കെ വരുമല്ലോ, അപ്പൊ പ്രത്യേകമുള്ള ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇവർ ഒരുക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കുന്നത് ഗസ്റ്റ് റിലേഷൻ ഓഫീസറാണ്. VIPs ഒക്കെ വരുന്ന സമയത്ത് അത് ഞാൻ പറഞ്ഞുതരാം. നാലാമത്തെ പോയിന്റ് attend to VIPs very important person with more attention. കണ്ടോ, നാലാമത്തെ പോയിന്റ് പറയുന്നുണ്ട്. അതായത് VIPകൾ വരുമ്പോൾ അവരെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാ? ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാ. നമ്മൾക്കറിയാം സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ വരാറുണ്ട്. നമ്മൾ ആരെങ്കിലും കാണാറുണ്ടോ അവര് വന്നു പോകുന്നതൊക്കെ? ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. കാണാറില്ല. കാരണം അവർ വരുന്നതും അറിയില്ല, പോകണമെന്നും അറിയില്ല, അല്ലെ? അത്രയും നല്ല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അവരെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് ആരുടെ എടുക്കുക? ഗസ്റ്റ് റിലേഷൻ ഓഫീസറാണ് അവിടെ പ്രവർത്തിക്കുന്നത് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്, ബുക്ക് ചെയ്ത് കൊടുക്കുന്നത്, അതുപോലെ തന്നെ അവര് വരുമ്പോൾ അവരെ മീഡിയയ്ക്ക് മുന്നിലോ അല്ലെങ്കിൽ മറ്റ് പബ്ലിക്കിന് മുന്നിലോ കാണിക്കാതെ വളരെ സുരക്ഷിതമായിട്ട് അവരെ കൊണ്ടു ചെന്നെത്തിക്കുന്നത്, പിന്നീട് അവർക്ക് തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതൊക്കെ ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, the next point, maintain a polite and humble personality while attending to the guest. ഗസ്റ്റ് വരുമ്പോൾ വളരെ പൊളൈറ്റ് ആയിട്ടും വളരെ ഹംബിൾ ആയിട്ടുള്ള രീതിയിലും അവരെ സ്വാഗതം ചെയ്യാന്നുള്ളത്, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഹരിത മാം തേർഡ് പോയിന്റ് പറയാമോ? തേർഡ് പോയിന്റ് ചെക്ക് ഇഫ് അഡ്വക്കേറ്റ് വെൽക്കം ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ഉണ്ട്. തേർഡ് പോയിന്റ് ഇപ്പൊ പഠിപ്പിച്ച. ഹലോ, എന്താ മാം?
മ്യൂട്ട് ചെയ്യും. വെൽക്കം ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ സ്വാഗതം ചെയ്യാനായിട്ട് ആളുണ്ടാവും ഇല്ലേ? വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോ ഉണ്ടോ? സ്വാഗതം ചെയ്യാനായിട്ട് ആളുണ്ടാവില്ലേ? ആ രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാ? രോഗികളെ സ്വാഗതം ചെയ്യാന്നുള്ളതാണ്. ഗ്രീറ്റ് ചെയ്യുക, അവരെ വന്ദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഹരിത? നമസ്കാരമൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ടോ? പിന്നെ കയറി പോകാനായിട്ടൊക്കെ പറയുന്നത് കണ്ടിട്ടില്ല? ഗ്രീറ്റ് ചെയ്യും, അതായത് അവരെ വെൽക്കം ചെയ്യുന്നത്, നമസ്കാരം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് അകത്തേക്ക് പോകാനുള്ള ആ ഒരു എൻട്രൻസ് പോലെ കൈ വീശി കാണിക്കും. ഇതൊക്കെ എന്താണ്? വെൽക്കം ഫെസിലിറ്റീസ് ആണ്. പിന്നെ വേണമെങ്കിൽ അവർക്ക് ഒരു ബോട്ടിൽ വാട്ടർ കൊടുക്കും, ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടി. അപ്പൊ മനസ്സിലായോ? ഇതൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. അതാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. പക്ഷെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളും പറയുന്നുണ്ട് അതിനകത്ത്. ഇനി എന്താണ് ഡൗട്ട് ഉള്ളത്? സെക്കൻഡ് പോയിന്റോ അറ്റൻഡ് എൻക്വയറി റിക്വസ്റ്റഡ് അതെന്താ പറയുന്നേ? എൻഡേഡ് എൻക്വയറീസ് റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് സെക്കൻഡ് പോയിന്റ്. ഫോറിൻ പേഷ്യൻസോ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ, അതായത് അവിടെ വരുന്ന രോഗികളോ എന്തെങ്കിലും അന്വേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിനുള്ള ആൻസർ കൊടുക്കുക. എന്തെങ്കിലും എൻക്വയറി മീൻസ് എന്താണ്? അന്വേഷണം. അവരെന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ കൃത്യമായിട്ട് മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഹരിത റിസപ്ഷനിസ്റ്റ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആയിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണെന്ന് വിചാരിക്കുക. ഹരിതയോട് വന്ന് ചോദിക്കുവാണ്, ഇവിടെ ഒഫ്താൽമോളജിസ്റ്റ് ഡെയിലി ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹരിത എന്ത് പറയും? എന്താ പറയാ? ഉണ്ടെന്ന് പറയും. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഉണ്ടെന്ന് പറയും. ഇനി എന്തെങ്കിലും ഇല്ല. റെക്കോർഡ്സ് ഇല്ലേ? ക്ലിനിക്കൽ റെക്കോർഡ്സ് ഒപിഡി പറയാമോ? ക്ലിനിക്കൽ റെക്കോർഡ്സ് പറയാമോ? ക്ലിനിക്കൽ റെക്കോർഡ്സ്. ഹലോ, ക്ലിനിക്കൽ റെക്കോർഡ്സ് ഒന്നുകൂടെ ഒന്ന് പറയാമോ? അത് കംപ്ലീറ്റ് ചെയ്ത റെക്കോർഡ്സ് ക്ലിനിക്കൽ റെക്കോർഡ്സ് എന്ന് പറയാമോ? മെഡിക്കേഷൻ റെക്കോർഡ്സ് പറയാമോ? മെഡിക്കേഷൻ റെക്കോർഡ് ഹരിത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നു. മെഡിക്കേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാല് ഒരു രോഗി ഉപയോഗിച്ചിട്ടുള്ള എല്ലാ മെഡിസിൻസിന്റെയും മീൻസ് എല്ലാ മരുന്നുകളുടെയും ഡീറ്റെയിൽസ് ആണെന്ത്? മെഡിക്കേഷൻ റെക്കോർഡ്. എന്തൊക്കെ മരുന്നുകളാണോ അവര് യൂസ് ചെയ്തിട്ടുള്ളത് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് എന്തിലുള്ളത്? മെഡിക്കേഷൻ റെക്കോർഡിലുള്ളത്. ഓക്കെ ഓക്കെ മാം. ഓക്കെ, ക്ലിയർ ആണോ? ട്രീറ്റ്മെന്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാല് ഒരു രോഗി എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് അതിന്റെ സകല ഡീറ്റെയിൽസ്. ട്രീറ്റ്മെന്റ് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ സർജറി ഉണ്ടാകാം, അല്ലെങ്കിൽ തെറാപ്പി പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള മരുന്നുകളായിരിക്കാം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ട്രീറ്റ്മെന്റിന്റെയും റെക്കോർഡാണ് ട്രീറ്റ്മെന്റ് റെക്കോർഡിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. ഇത്തരം റെക്കോർഡുകളാണ് ഒ പി ഡിയിൽ സൂക്ഷിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ അതിന്റെ
ഉള്ളിലോട്ട് കടക്കുന്നില്ലല്ലോ. ഒറ്റ റെക്കോർഡല്ല, സെപ്പറേറ്റ് റെക്കോർഡ് ഉണ്ടാവും, സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. ചില ഹോസ്പിറ്റലിൽ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, ചിലതില് ഒരെണ്ണമായിട്ടായിരിക്കും ഉണ്ടാവുക. അത് ഹോസ്പിറ്റലിന്റെ സൈസും ലെങ്ത്തും അവിടെ കൊടുക്കുന്ന സർവീസുകളുടെ അടിസ്ഥാനത്തിലും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ എല്ലാരും കമ്പ്യൂട്ടറിലാണ് എൻ്റർ ചെയ്യുന്നത്, അത് സെപ്പറേറ്റ് ആയിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഏത് പോയിന്റ് ഫുള്ള് പറഞ്ഞു എന്നാണ് ഹരിത ചോദിക്കുന്നത്? ക്ലിനിക്കൽ റെക്കോർഡ്സ് ആണോ ലാസ്റ്റ് പറഞ്ഞത്? ഇല്ല, ഫുള്ള് പറഞ്ഞിട്ടില്ല, 5 പോയിന്റ് വരെ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ പറയാം, കാരണം അല്ലെങ്കിൽ തീരില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് വായിക്കുക കേട്ടോ. കറക്റ്റ് ആയിട്ട് വായിച്ചു പോവുക. വായിച്ചു പോയാൽ മാത്രമാണ് ഇത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലാസ് കേട്ടിരുന്നത് കൊണ്ട് മാത്രം ഇത് പഠിക്കാൻ പറ്റില്ല. കൃത്യമായിട്ട് അന്നന്ന് എടുക്കുന്ന ചാപ്റ്റേഴ്സ് അന്ന് തന്നെ വായിച്ചു പോവുക കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.